മലയാള സിനിമാ ചരിത്രത്തിലെ റിലീസുകളുടെ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് മോഹൻലാൽ ചിത്രം രാവണപ്രഭുവിന്റെ രണ്ടാം വരവ് 24 വർഷങ്ങൾക്ക് ശേഷം 4K അറ്റ്മോസ് ദൃശ്യമികവോടെ മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും തിയേറ്ററുകൾ നിറഞ്ഞാടിയപ്പോൾ കേരളക്കര അതൊരു ഉത്സവമാക്കി മാറ്റി. വെറുമൊരു പഴയ സിനിമയുടെ റിലീസ് മാത്രമായിരുന്നില്ല അത്. തലമുറകളായി ഏറ്റെടുത്ത ഒരു ക്ലാസിക് സിനിമ എന്ന ലേബലിനൊപ്പം മോഹൻലാൽ എന്ന നടനോടുള്ള ആരാധനയുമായാണ് തിയേറ്ററുകളെ ഇത്രയും ഇളക്കി മറിച്ചത്. സിനിമ കാണാൻ തിയേറ്ററുകൾ തടിച്ചുകൂടിയ യുവജനതയുടെ പങ്കാളിത്തമാണ് രാവണപ്രഭു റിലീസിന്റെ മറ്റൊരു പ്രത്യേകത. സിനിമ ഇറങ്ങിയ കാലത്ത് കാണാത്തവരും മോഹൻലാൽ എന്ന താരത്തിന്റെ മാസ് പെർഫോമൻസ് ബിഗ് സ്ക്രീനിൽ ആഘോഷിക്കാൻ വന്നവരും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റുകയായിരുന്നു. കാർത്തികേയന്റെയും നീലകണ്ഠന്റെയും എൻട്രി സീനുകളും മാസ് ഡയലോഗുകളും പാട്ടും എല്ലാം കൂടെ ഒരു ആവേശ കൊടുമുടിയിൽ എത്തിച്ചു. പഞ്ച് ഡയലോഗുകൾക്ക് തിയേറ്ററുകളിൽ ആരാധകർ ആർപ്പു വിളിച്ചും വിസിലടിച്ചും പേപ്പറുകൾ എറിഞ്ഞും ആഘോഷിച്ചപ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ നിറഞ്ഞ കയ്യടികൾ നൽകി ഗംഭീരമാക്കി. പലയിടങ്ങളിലും മോഹൻലാലിന്റെ കൂറ്റൻ കട്ടൗട്ടുകളും കൊട്ടും പാട്ടും ഡിജെയും ഒരുക്കി ആരാധകർ ഈ റിലീസ് ആഘോഷമാക്കുകയായിരുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ റിലീസ് ആഘോഷ വീഡിയോകൾ രാവണപ്രഭു എന്ന സിനിമയ്ക്ക് ലഭിച്ച വൻ ജനസ്വീകാര്യതയുടെ തെളിവാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരമൊരു ആരവം തിയേറ്ററുകളിൽ മുഴങ്ങുന്നത്. പഴുകുന്തോറും വീരം കൂടും എന്ന് പറയുന്നത് പോലെ പഴുകുന്തോറും വീരം കൂടിയ ഒന്നായാണ് പഴയ ക്ലാസിക് സിനിമയെ മലയാളക്കര ഏറ്റെടുക്കുന്നത്. 24 വർഷങ്ങൾക്ക് മുൻപ് സിനിമ കണ്ട പഴയ തലമുറയും ആദ്യമായി ബിഗ് സ്ക്രീനിൽ കാണാനെത്തിയ പുതിയ തലമുറയും ഒരേ മനസ്സോടെ പാട്ടുകൾക്ക് ഡാൻസ് ചെയ്ത് രാവണപ്രഭു റിലീസ് വൻ വിജയമാക്കി മാറ്റി. സ്പെഷ്യൽ ഷോയ്ക്കും ഫാൻ ഷോയ്ക്കും പിന്നാലെ റിലീസ് ചെയ്ത ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ തന്നെ രാവണപ്രഭു ബോക്സ് ഓഫീസിൽ കോടികൾ തന്നെ വാരി. ആദ്യ 2 ദിവസങ്ങളിലായി കേരളത്തിൽ നിന്ന് മാത്രം 1.40 കോടി രൂപയോളം നേടിയതായ കണക്കുകളാണ് പുറത്തു വരുന്നത്. ആദ്യ ദിനം മാത്രം 70 ലക്ഷം നേടിയ ചിത്രം രണ്ടാം ദിവസം 72 ലക്ഷത്തിലധികം നേടി. 2001 രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത രാവണപ്രഭു എക്കാലത്തെയും വലിയ ഹിറ്റായ ദേവാസുരത്തിന്റെ തുടർച്ചയാണ്. രാവണപ്രഭുവിന്റെ വിജയത്തിന് പിന്നാലെ മോഹൻലാൽ ആരാധകർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് മോഹൻലാൽ നായകനായ മറ്റൊരു ക്ലാസിക് ചിത്രമായ ഗുരു റിലീസിന് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നടനും സംവിധായകനുമായ മധുബാലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കൂടാതെ നരസിംഹം, 2020, തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങിയ സിനിമകൾ റിലീസ് ചെയ്യുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നില്ല. ഇതാണ് ശരിക്കും രാവണൻ എഫക്ട്. ഇനി മറ്റേത് സിനിമ റിലീസ് ചെയ്താലും രാവണപ്രഭുവിന്റെ അത്ര വരില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. തിയേറ്റർ അനുഭവം ഒരു വൈബ്രന്റ് കാർണിവലായി മാറ്റിയതായും വെറുമൊരു റിലീസ് എന്നതിലുപരി രാവണപ്രഭു തിയേറ്ററുകളിൽ വിജയത്തിന്റെ തീ കൊളുത്തുകയും ചെയ്തു. ഇതോടെ റിലീസ് ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.